السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം ബുഖാരി റഹ്മഹുല്ലാ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. തഈസ അബ്ദുദ്ദീനാരി വദ്ദിർഹമി വൽ ഖതീഫത്തി വൽ ഖമീസ. തഈസ മുഖം കുത്തി വീണു അല്ലെങ്കിൽ വീണു. അബ്ദുദ്ദീനാരി സ്വർണ്ണ നാണയത്തിന്റെ അടിമ, ദിർഹമി വെള്ളി നാണയത്തിന്റെ അടിമയും, വൽ ഖതീഫത്തി തൊങ്ങലുള്ള വസ്ത്രത്തിന്റെ അടിമയും, വൽ ഖമീസത്തി കരയുള്ള പട്ടുപോലത്തെ വസ്ത്രത്തിന്റെ അടിമയും. ഇൻ ഉഅ്തിയ റദിയ, അവന് എന്തെങ്കിലും കിട്ടിയാൽ തൃപ്തിയാകും. ഇല്ലം യുഅ്ത ലം യർള, കിട്ടിയില്ലെങ്കിൽ തൃപ്തിയില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, കാശിന്റെയും ആഡംബര വസ്ത്രത്തിന്റെ അടിമകൾ അവരെ ആക്ഷേപിച്ചുകൊണ്ടും അവരുടെ പരാജയം വിളിച്ചറിയിച്ചുകൊണ്ടുമാണ് ഈ ഹദീസ് നമ്മോട് സംസാരിക്കുന്നത്. ദീനാറ്, ദിർഹം പഴയ കാലത്തെ കാശ്. അപ്പൊ ഈ സമ്പത്ത് കാശിന്റെ അടിമയാവാന്ന്, അബുദാവാന്ന്. അബുദാവാന്നതിന്റെ അർത്ഥം കാശ് ഉപയോഗിക്കുക എന്നുള്ളതോ കാശ് ഉണ്ടാവുക എന്നുള്ളതോ അല്ല. അടിമ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥന് എല്ലാ സേവനവും ചെയ്യേണ്ട രീതിയിൽ ആയിപ്പോയവനാണ് അബദ്. അപ്പൊ ഇവന്റെ സയ്യിദ് ആരാ? ഇവന്റെ ഉടമസ്ഥൻ കാശാണ്. കാശിന്റെ താല്പര്യം എന്ന് വെച്ചാല് കാശിന് വേണ്ടി എന്തും ചെയ്യാന്നുള്ളടത്തേക്ക് എത്തി. കാശാണ് മുഖ്യം, അതാണ്. പിന്നെ ഇപ്പൊ സമ്പത്ത് ആണ് ഓന്റെ വിഷയം. അടുത്ത എന്താ? ആഡംബര ഡ്രസ്സുകൾ. ആഡംബര ഡ്രസ്സുകളുടെ അടിമയായി. ഒരാൾ നല്ല വസ്ത്രം ധരിച്ചു, നല്ലത് കിട്ടിയാൽ നല്ലതും ധരിക്കും. ഒരു സാധാ വസ്ത്രം കിട്ടിയാൽ അതും ധരിക്കും. ഇനി വേണമെങ്കിൽ കുറച്ചൊന്ന് മോശമാക്കിയിട്ട് അത്ര വലിയൊരു ഇതൊന്നും വേണ്ടല്ലോ ഉള്ളവർക്ക്, ദുന്യാവിന് കുറച്ചൊന്ന് മതിയല്ലോ ഉള്ളവർക്ക് അങ്ങനെ സ്വീകരിക്കും. ഇതങ്ങനല്ല. ഇത് ഓന് ആഡംബര ഡ്രസ്സിന്റെ അടിമയാണ്. അതൊരു ഫാഷനായി, അതൊരു അലങ്കാരമായി, അതൊരു സ്ഥിരം സംവിധാനമായി, അതിന്മ വലിയ ഫോറ് നടിച്ച് അങ്ങനെ ഇങ്ങനെ സമ്പത്തിന്റെയും ആഡംബര സംവിധാനങ്ങളുടെയും അടിമയായി നടക്കുന്ന ആളുകൾ. ഇനി ഒന്നുകൂടി പറഞ്ഞിട്ടാണ് ഹദീസ് അവസാനിപ്പിക്കുന്നത്. ഇൻ ഉഅ്തിയ റളിയ വ ഇല്ലം യുഅ്ത ലം യർള. എന്തെങ്കിലും കിട്ടിയാൽ സന്തോഷം, കിട്ടിയിട്ടില്ലെങ്കിൽ തൃപ്തിയില്ല. അതിന്റെ അർത്ഥം എന്താ? ആളുകളോട് ഓനക്ക് തൃപ്തി ഉണ്ടാവണമെങ്കിൽ ആളുകളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം. എന്തെങ്കിലും കിട്ടോ അവരോട് ബന്ധമുണ്ട്, അവരോട് താല്പര്യമുണ്ട്. ഇങ്ങോട്ട് കിട്ടാനുള്ളതൊന്നുമില്ലേ, എന്നാ പിന്നെ അവരോട് സൗഹാർദ്ദമില്ല, ബന്ധമില്ല, അവരെ കുറിച്ച് തൃപ്തിയില്ല, സന്തോഷമില്ല. ഇസ്ലാമിലെ സൗഹാർദ്ദവും ഇസ്ലാമിലെ പാരസ്പര്യവും അങ്ങനല്ലല്ലോ. ഇതിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കാനുള്ളത്, ഒരു മനുഷ്യനെയും അവന്റെ സമ്പത്ത് നിയന്ത്രിക്കരുത്. സമ്പത്ത് അവന്റെ ഉടമയാവരുത്. സമ്പത്തിന്റെ ഉടമ അവനാവണം. സാമ്പത്തികമായ സൗകര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ച് ആഡംബരത്തിലും മറ്റും ജീവിച്ചു പോകുന്ന ഒരു രീതി, അതൊരു ജീവിത ശൈലിയായി മാറൽ ഒരിക്കലും നല്ലതല്ല. അതവന്റെ പരാജയത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ മുഖം കുത്തി വീണു എന്നാ ഹറാം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അർത്ഥമുണ്ട്. എന്തായാലും വീണു, ഒരു കാര്യം വലിയ പരാജയമാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് തന്നെയുള്ള റിപ്പോർട്ടിൽ കാണാം, ലഖദ് റഅയ്തു 70 മിൻ അഹ്ലി സുഫ. അഹ്ലു സുഫയിൽപ്പെട്ട 70 ആളുകളെ ഞാൻ കണ്ടു. മാ മിൻഹും അഹദുൻ അലൈഹി റിദാ, അതിൽ ഒരാൾക്കും ഒരു മേൽത്തട്ടമില്ല. ഇമ്മായിസാർ ഒന്നുകിൽ ഒരു തുണി പരന്റെ താത്ത് കിടക്കും, ഔ കിസാഉൻ ഖദ് റബത്തു ഫി അനാഖിഹിം, അല്ലെങ്കിൽ പെരടിയിൽ കെട്ടി തൂക്കിയിട്ടൊരു വസ്ത്രം ഉണ്ടാവും. ഫമിൻഹാ മാ യബ്ലുഗു അസ്സാഖ, പിന്നെ നിസ്ഫ സാഖി, അതിൽ ചിലത് തണ്ടങ്കാലിന്റെ ഒരു പകുതി എത്തും. മിൻഹാ മാ യബ്ലുഗുൽ കഅബൈൻ, ചിലത് നെരിയാണി വരെ എത്തും. അപ്പൊ ഒരു വസ്ത്രം കഴുത്തിലൂടെ കെട്ടിയിട്ട് തൂക്കിയിടുക, അത് ഒരു തണ്ടങ്കാലിന്റെ പകുതി അല്ലെങ്കിൽ ഒരു നെരിയാണി വരെ, അല്ലെങ്കിൽ അതും ഇല്ല, ഒരു അരന്റെ കീഴ്പ്പെട്ടിട്ടുള്ള വസ്ത്രം മാത്രം. ആ പഴയ കാലത്ത് റിദാവ് എന്ന് പറഞ്ഞാൽ ഒരു മേൽത്തട്ടം, അതൊരു കുപ്പായത്തിന്റെ സ്ഥാനത്താണ്. അപ്പൊ ഒരു തുണിയും കുപ്പായം എടുക്കാനുള്ള സൗകര്യം പോലും ഇല്ലാത്ത 70 ആളുകളെ ഞാൻ കണ്ടു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല.
അപ്പൊ സ്വഹാബത്തിന്റെ ഒക്കെ ഒരു ദാരിദ്ര്യാവസ്ഥ, അവരൊക്കെ വസ്ത്രത്തിലൊക്കെ സ്വീകരിച്ചിരുന്ന ലാളിത്യം, ഇതും ഈ മറ്റേ രണ്ട് ഹദീസും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇന്നത്തെ ആളുകൾ അള്ളാഹുവിനോട് എന്തെല്ലാം മറുപടി പറയും. പിന്നെ മനസ്സിലാക്കാനുള്ളത് പരാജയമാണ്. അവർക്കൊന്നും ഒരു വിജയം കിട്ടൂല. അത് ആഖിറത്തിൽ നിന്ന് മാത്രം പറഞ്ഞില്ല, ദുന്യാവിലും തന്നെ അവരെ കാര്യം. പരാജയം എന്ന് പറഞ്ഞാൽ ഓനിങ്ങനെ പിന്നെ കാശൊക്കെ പാടെ പോയിട്ട് ഓനെ കാണാന്നല്ല. ഓൻ്റെ അടുത്ത് കാശുണ്ട്, പക്ഷെ ആളെ ജീവിതം പരാജയമാണ്. പല ആളുകളോടും സ്വകാര്യമായിട്ട് നമ്മൾ അടുത്താല് ജീവിതത്തിൽ പരാജയമുള്ള ഒരുപാട് സമ്പന്നന്മാരുണ്ട്. ഒരു സുഖമില്ല, ജീവിതത്തിൽ സമാധാനമില്ല, ഭാര്യയെ കൊണ്ട് സുഖമില്ല, മക്കളെ കൊണ്ട് സുഖമില്ല, അല്ലെങ്കിൽ വേറെ പല രോഗങ്ങളെ കൊണ്ട് സുഖമില്ല. ഈ പരാജയങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇതിന്റെ അടിമയായിട്ട് നടന്നൊരു ഫാഷഭ്രമമായിട്ട് ആഡംബര ഭ്രമമായിട്ട് നടത്തിങ്ങനെ കാണുമ്പോൾ രസമുണ്ടാകുന്ന മാത്രം. ഇന്ന് എത്ര എത്ര പാവങ്ങളും ഇടത്തരക്കാരായ ആളുകൾ നല്ല സുഖമായിട്ട് ജീവിതത്തിൽ നല്ല സന്തോഷം, വല്ലാതെ ആഡംബരം കാണിക്കാനില്ല, പക്ഷെ അവരുടെ ജീവിതത്തിൽ റാഹത്തിന് മനസ്സിനും സമാധാനമുണ്ട്. ദുന്യാവത്തെ കാര്യം പിന്നെ അകർത്ത കാര്യം പറയില്ലല്ലോ. അതുകൊണ്ട് രണ്ട് ഹദീസ് നന്നായിട്ട് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാശിന്റെയും ഫാഷൻ ഭ്രമത്തിന്റെയും അടിമയാവാതെ, ആഡംബരത്തിന്റെ അടിമയാവാതെ, നല്ലത് കിട്ടിയാൽ നല്ലത് ഉപയോഗിക്കും, നല്ല വണ്ടി കിട്ടിയാൽ നല്ല വണ്ടി ഉപയോഗിക്കും, നല്ല വസ്ത്രം കിട്ടിയാൽ നല്ല വസ്ത്രം ഉപയോഗിക്കും. അതേ സമയത്ത് തന്നെ ഒരു താന്ന വണ്ടിയിൽ സഞ്ചരിക്കാനോ, നടന്ന് നാട്ടിലൊക്കെ നടക്കാനോ, പിന്നെ വസ്ത്രത്തിൽ ഏത് വസ്ത്രവും സ്വീകരിക്കാനോ ഒരു മടിയില്ലാത്ത ലളിതമായതും ലളിതം നല്ല ഒക്കെ ഒരു ഫാഷനായിട്ടോ അതിന്റെ അടിമയായിട്ടോ ആവാത്ത രീതിയിൽ എല്ലാത്തിനെയും നമ്മൾ നിയന്ത്രിക്കുക. നമ്മളെ വസ്ത്രം നിയന്ത്രിക്കണില്ല, പിന്നെ സമ്പത്തും നിയന്ത്രിക്കണില്ല. ആ ഒരു രീതിയിൽ ജീവിക്കാൻ കഴിയണം. എന്ന രണ്ട് ലോകത്തും വിജയം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.